2010 ഇറങ്ങിയ ഒരു സൗത്ത് കൊറിയൻ മിസ്റ്ററി ത്രില്ലർ ചിത്രമാണ് ബെസ്റ്റ് സെല്ലർ. ഹീസൂൻ എന്നൊരു ഫേമസ് എഴുത്തുകാരി തൻ്റെ പുതിയ കഥ എഴുതാൻ വേണ്ടി തൻ്റെ മകളെയും കൂട്ടി ഒരു ഗ്രാമത്തിലേക്ക് പോകുന്നു. പിന്നീട് അവിടെ വെച്ച് തൻ്റെ പുതിയ കഥയും എഴുതുന്നു. പക്ഷേ ആ കഥ ഹീൻസൂൻ്റെ ജീവിതം മാറ്റിമറിക്കുന്നു. ചിത്രത്തിൻ്റെ ഓപ്പണിംഗ് സീനിൽ ഹീറോയിനായ ഹിൻസൂനെ ഒരു സ്ത്രീ ഇൻ്റർവ്യൂ ചെയ്യുന്നു. 20 വർഷമായി നല്ല പുസ്തകങ്ങൾ എഴുതി പബ്ലിഷ് ചെയ്യുന്ന ഒരു എഴുത്തുകാരിയാണ് ഹീറോയിൻ. ഒരു ക്യാരക്ടറായി മാറി ആ കഥ എഴുതുന്നത് കൊണ്ടാണ് തൻ്റെ കഥാപാത്രങ്ങളെല്ലാം ആളുകൾ സ്വീകരിക്കുന്നതെന്ന് ഹിൻസൂൻ ഇൻ്റർവ്യൂവിൽ പറയുന്നു. പെട്ടെന്ന് അങ്ങോട്ട് ഒരാൾ വന്ന് ഇൻ്റർവ്യൂ ചെയ്യുന്ന സ്ത്രീയുടെ ചെവിയിൽ ഹിൻസൂൻ വേറെ ആരുടെയോ കഥ കോപ്പി അടിച്ചാണ് എഴുതിയതെന്ന് പറയുന്നു. ഹീൻസൂൻ ഇപ്പോഴാണ് താൻ എഴുതിയ കഥ കോപ്പിയായിരുന്നെന്ന് മനസ്സിലായത്. പക്ഷേ താൻ കോപ്പി അടിച്ചിട്ടില്ലെന്ന് അവൾ എല്ലാവരോടും പറയുന്നു. പക്ഷേ ആരും അത് വിശ്വസിക്കുന്നില്ല. ഒരു ദിവസം ഹിൻസൂൻ തൻ്റെ ഹസ്ബൻഡിനെ വിളിക്കുമ്പോൾ അയാൾ അവളോട് ചൂടാവുന്നു. അയാളോട് അവൾ താൻ കോപ്പി അടിച്ചിട്ടില്ലെന്ന് പറയുന്നു. ഇതേ സമയം ബാത്റൂമിലുള്ള ഹിൻസൂൻ്റെ മകൾ യൂക്കി മമ്മി എന്ന് ഉറക്കെ വിളിക്കുന്നു. ദേഷ്യം വന്ന ഹിൻസൂൻ മകളോട് ഒച്ച വെക്കുന്നു. പത്രങ്ങളിലും ന്യൂസിലുമെല്ലാം ഹിൻസൂൻ കോപ്പി അടിച്ച വാർത്തയാണ് വരുന്നത്. അങ്ങനെ 2 വർഷം കഴിയുന്നു. പുതിയ കഥ എഴുതാൻ കഴിയുന്നൊരു ശാന്തമായ ഗ്രാമത്തിലേക്ക് ഹിൻസൂൻ പോകുന്നു. കാറിൽ വെച്ച് മകൾ അച്ഛനെ ഡിവോഴ്സ് ചെയ്യാൻ പോവുകയാണോ എന്ന് ഹിൻസൂനോട് ചോദിക്കുന്നു. ഹിൻസൂൻ അവൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുന്നു. ഗ്രാമത്തിലെത്തിയ ഹിൻസൂൻ കാറിൽ നിന്ന് ഇറങ്ങുന്നു. അപ്പോൾ ഒരു പയ്യൻ വന്ന് കാറിലേക്ക് ഒളിഞ്ഞു നോക്കുന്നു. ഹിൻസൂൻ അത് കാണുന്നു. അവൻ നിങ്ങളുടെ മകളെ കാണാൻ ക്യൂട്ടാണെന്ന് പറയുന്നു. അപ്പോഴാണ് ഹിൻസൂനെ അവൻ കണ്ട് നിങ്ങൾ ഫേമസ് എഴുത്തുകാരിയല്ലേ എന്ന് ചോദിച്ച് എല്ലാവരോടും അവളെക്കുറിച്ച് പറയുന്നു. ആ ഗ്രാമത്തിൻ്റെ ഷെരീഫ് ഹിൻസൂനെ ഒരു പഴയ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ഈ ഗ്രാമത്തിലേക്ക് പുറത്തുള്ളവർ വന്നാൽ അവർ ഈ വീട്ടിലാണ് താമസിക്കാറെന്ന് പറഞ്ഞ് അയാൾ ആ വീട് തുറക്കുന്നു. പെട്ടെന്ന് അതിനുള്ളിൽ നിന്ന് ഒരു സ്ത്രീ കയ്യിൽ ബാഗുമായി പുറത്തേക്ക് ഓടുന്നു. പേടിച്ചു പോയ ഹീറോയിനെ കണ്ട് ഷെരീഫ് അവർക്ക് ഭ്രാന്താണെന്ന് പറയുന്നു. പെട്ടെന്ന് അവിടെ നിന്നിരുന്ന യൂക്കിയെ കാണുന്നില്ല. ഹിൻസൂൻ കുറെ ഒടുവിൽ ആ വീടിനടുത്തുള്ള പുഴക്കരയിൽ യൂക്കി നിൽക്കുന്നത് കാണുന്നു. ഹിൻസൂൻ്റെ എഡിറ്ററാണ് ഗ്രാമത്തിലേക്ക് പോയി കഥ എഴുതാൻ പറഞ്ഞതും ഈ വീട് കാണിച്ചു കൊടുത്തതും. ഹിൻസൂൻ ആ ഗ്രാമത്തിലുള്ളവരെയെല്ലാം വെച്ച് ഒരു കഥ എഴുതാൻ തീരുമാനിക്കുന്നു. പക്ഷേ എത്ര ആലോചിച്ചിട്ടും ഒരു കഥ കിട്ടുന്നില്ല. അടുത്ത ദിവസം സാധനങ്ങൾ വാങ്ങി വീട്ടിലേക്ക് വരുമ്പോൾ മുറ്റത്ത് നിന്ന് ഹീസൂൻക്ക് ഒരു പല്ലിലിടുന്ന ബ്രേസ്ലെറ്റ് കിട്ടുന്നു. അവൾ അത് അവിടെ തന്നെ ഇട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്നലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയോടിയ ലേഡി ദൂരത്ത് നിന്ന് നോക്കി നിൽക്കുന്നത് കണ്ട് യൂക്കിയെയും വിളിച്ച് വീട്ടിലേക്ക് പോകുന്നു. ഹിൻസൂൻ എന്നും കഥ എഴുതാനിരിക്കും. പക്ഷേ ഒന്നും മനസ്സിലേക്ക് വരുന്നില്ല. ഭയങ്കര ടെൻഷൻ ആയിരിക്കുമ്പോൾ പെട്ടെന്ന് യൂക്കി ആരോടോ സംസാരിക്കുന്നത് കേട്ട് അവൾ അങ്ങോട്ട് പോയി നോക്കുന്നു. ഒരു റൂമിൽ യൂക്കി തനിച്ചിരുന്ന് സംസാരിക്കുന്നത് കണ്ട് ആരോടാണ് നീ സംസാരിക്കുന്നതെന്ന് ഹിൻസൂൻ ചോദിക്കുന്നു. യൂക്കി എൻ്റെ പുതിയ ഫ്രണ്ടാണെന്ന് പറയുന്നു. എവിടെ നിന്റെ ഫ്രണ്ട് എന്ന് ചോദിക്കുമ്പോൾ അവൾ പോയെന്ന് പറഞ്ഞ് തറയിലേക്ക് യൂക്കി വിരൽ ചൂണ്ടുന്നു. പിന്നീട് യൂക്കി ഉറങ്ങിയതിന് ശേഷം ഹിൻസൂൻ ആ റൂമിലേക്ക് പോകാൻ വേണ്ടി ഡോറ് തുറക്കാൻ നോക്കുന്നു. പക്ഷേ ഡോറ് എത്രയായിട്ടും തുറക്കാൻ കഴിയുന്നില്ല. ലോക്കിൻ്റെ ഹോളിലൂടെ റൂമിലേക്ക് നോക്കുമ്പോൾ ഒരു പെണ്ണ് തിരിഞ്ഞു നിൽക്കുന്നത് കണ്ട് ഹിൻസൂൻ പേടിച്ചു പോകുന്നു. വീണ്ടും നോക്കുമ്പോൾ ആ രൂപത്തെ അവിടെ കാണുന്നില്ല. അടുത്ത ദിവസം ഹിൻസൂൻ തൻ്റെ മനസ്സിലുള്ള കഥ റെക്കോർഡ് ചെയ്യുമ്പോൾ യൂക്കി ഒരു പുതിയ പാട്ട് പാടുന്നത് കേൾക്കുന്നു. ഇത് കേട്ട് ഹിൻസൂൻ എവിടെ നിന്നാണ് ഈ പാട്ട് കേട്ടതെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു തന്നതാണ്, അവളുടെ കഥ അമ്മയ്ക്ക് കേൾക്കണോ എന്ന് യൂക്കി ചോദിക്കുന്നു. ഇത് കേട്ട് ദേഷ്യം വന്ന ഹിൻസൂ നീ എന്നെ വെറുതെ ടെൻഷൻ അടുപ്പിക്കരുതെന്ന് പറഞ്ഞ് വഴക്ക് പറയുന്നു. അമ്മയ്ക്ക് എന്നോട് സ്നേഹമില്ലെന്ന് പറഞ്ഞ് യൂക്കി അവിടെ നിന്ന് പിണങ്ങിപ്പോന്നു. പിന്നീട് ഹിൻസൂൻ കഥ എഴുതാനിരിക്കുമ്പോൾ തറയിൽ നിന്ന് അവൾക്ക് ഒരു പേപ്പർ അന്ന് പുറത്തേക്ക് ഓടിയ സ്ത്രീ യൂക്കിയുടെ കൂടെ ഇരിക്കുന്നത് കണ്ട് പുറത്തേക്ക് ഓടി വന്ന് അറിയാത്തവരോട് സംസാരിക്കരുതെന്ന് പറഞ്ഞ് യൂക്കിയെ വഴക്ക് പറയുന്നു. അടുത്ത ദിവസം ഹിൻസൂൻ ഷെരീഫിൻ്റെ മകനെ കാണാൻ പോകുന്നു. 20 വർഷങ്ങൾക്ക് മുൻപ് തൻ്റെ അച്ഛനാണ് ഈ ഗ്രാമം ഒരു ടൂറിസ്റ്റ് സ്പോട്ട് ആക്കിയതെന്നും അതിനു മുൻപ് ഇവിടെ ഒരു ഓർഫനേജ് ആയിരുന്നെന്നും അവൻ പറയുന്നു. രാത്രി ഹിൻസൂൻ യൂക്കിയോട് അവളുടെ ഫ്രണ്ട് പറഞ്ഞ കഥ പറയാൻ പറയുന്നു. എൻ്റെ ഫ്രണ്ട് മുകളിലായിരുന്നു താമസിച്ചിരുന്നത്. ഒരു ദിവസം ഫ്രണ്ടിനെ കാണാൻ അവൾ പോയെന്നും പക്ഷേ അവൻ ചീത്ത ആളായിരുന്നത് കൊണ്ട് അവൻ എൻ്റെ ഫ്രണ്ടിനെ ലവ് ചെയ്തിരുന്നെന്നും യൂക്കി പറയുന്നു. അടുത്ത ദിവസം ഹിൻസൂൻ യൂക്കിയോട് ഇനി നീ നിന്റെ ഫ്രണ്ടിനെ കാണരുതെന്നും സംസാരിക്കരുതെന്നും പറഞ്ഞ് പ്രോമിസ് വാങ്ങുന്നു. പിന്നീട് ഹിൻസൂൻ കഥ എഴുതാനിരിക്കുമ്പോൾ യൂക്കി പറഞ്ഞ കഥ മാത്രമാണ് അവളുടെ മനസ്സിലേക്ക് വരുന്നത്. ഹിൻസൂൻ യൂക്കിയുടെ അടുത്തേക്ക് പോയി നിന്റെ ഫ്രണ്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നിന്നോട് പറഞ്ഞോ എന്ന് ചോദിക്കുന്നു. യൂക്കി ഞാനിപ്പോൾ അവളോട് സംസാരിക്കാറില്ലെന്ന് പറഞ്ഞ് മുകളിലേക്ക് ഓടിപ്പോകുന്നു. ഹിൻസൂൻ പുറകെ പോയെങ്കിലും യൂക്കി ഡോർ അടയ്ക്കുന്നു. 20 വർഷം പഴക്കമുള്ളത് കൊണ്ട് ആ വീട് പുതുക്കി പണിയാൻ വേണ്ടി ജോലിക്കാർ വരുന്നു. ഷെരീഫിൻ്റെ മകൻ സാധനങ്ങളെല്ലാം എടുക്കാൻ വേണ്ടി ഉള്ളിലേക്ക് വന്നപ്പോൾ
ഹിൻസൂൻ ഗ്രാമത്തിലുള്ളവരുടെ ഫോട്ടോസ് എടുത്തു വച്ചിരിക്കുന്നത് കണ്ട് ഹിൻസൂൻ ഗ്രാമത്തിലുള്ളവരെ കുറിച്ചാണ് ഇനി കഥ എഴുതാൻ പോകുന്നതെന്ന് മനസ്സിലാക്കി ഷെരീഫിനോട് പോയി പറയുന്നു. രാത്രി യൂക്കിയുടെ റൂമിൽ നിന്ന് ഭയങ്കര ശബ്ദം കേട്ട് ഹിൻസൂൻ റൂമിലേക്ക് പോയി നോക്കുമ്പോൾ യൂക്കിയെ കാണുന്നില്ല. പിന്നീട് മുകളിലുള്ള റൂമിലേക്ക് പോയി നോക്കുമ്പോൾ അവിടെ ആ വയസ്സായ ലേഡിയെ കാണുന്നു. ഹിൻസൂനെ കണ്ടതും അവരവിടെ നിന്ന് ഓടുന്നു. പേടിച്ചു പോയ ഹിൻസൂൻ യൂക്കിയെ തിരയുമ്പോൾ യൂക്കി മറ്റൊരു റൂമിലിരിക്കുന്നത് കാണുന്നു. മമ്മി, എനിക്ക് പേടിയാവുന്നു. ഞാൻ ഫ്രണ്ട് പറഞ്ഞ കഥ മുഴുവൻ കേട്ടെന്ന് പറഞ്ഞ് അവൾ ആ കഥ ഹിൻസൂനോട് പറയുന്നു. പിന്നീട് യൂക്കി പറഞ്ഞ കഥ ഹിൻസൂൻ എഴുതി പബ്ലിഷ് ചെയ്യുന്നു. ഒരാഴ്ച കൊണ്ട് ആ പുസ്തകം ബെസ്റ്റ് സെല്ലറായി മാറുന്നു. പുസ്തകം പബ്ലിഷ് ആയതുകൊണ്ട് ഹിൻസൂൻ ഗ്രാമത്തിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് വരുന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം എഡിറ്റർ വിളിച്ച് വീണ്ടും എങ്ങനെ കോപ്പി അടിക്കാൻ നിനക്ക് സാധിക്കുന്നു എന്ന് ചോദിക്കുന്നു. ഒന്നും മനസ്സിലാവാതെ ഹിൻസൂൻ എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നു, ഈ പുസ്തകവും നീ കോപ്പി അടിച്ചതാണെന്ന് അയാൾ പറയുന്നു. ഹിൻസൂൻ ആകെ ഷോക്കായി അത് എൻ്റെ മകൾ പറഞ്ഞു തന്ന കഥയാണെന്ന് പറയുന്നു. പക്ഷേ എഡിറ്റർ അതൊന്നും വിശ്വസിക്കുന്നില്ല. വീണ്ടും ന്യൂസിലെല്ലാം ഹിൻസൂനെ കുറിച്ചുള്ള വാർത്തകൾ വരുന്നു. പിന്നീട് ഹിൻസൂൻ വീട്ടിലേക്ക് പോയി നോക്കുമ്പോൾ യൂക്കിയെ കാണുന്നില്ല. ഹസ്ബൻഡാവും അവളെ കൊണ്ടുപോയതെന്ന് കരുതി അയാളെ ഫ്ലാറ്റിലേക്ക് പോകുന്നു. പക്ഷേ അവിടെയും യൂക്കിയെ കാണുന്നില്ല. അടുത്ത സീനിൽ അയാൾ ഹിൻസൂനെയും കൂട്ടി ഒരു ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോകുന്നു. അപ്പോഴാണ് ഡോക്ടർ പറയുന്നത് യൂക്കി 2 വർഷം മുൻപേ മരിച്ചു പോയെന്ന്. ഫ്ലാഷ് ബാക്കിൽ ഹിൻസൂൻ ഹസ്ബൻഡുമായി ആ കഥ കോപ്പി അടിച്ചിട്ടില്ലെന്ന് പറഞ്ഞ് ഫോൺ വിളിക്കുമ്പോൾ യൂക്കി ബാത്റൂമിൽ നിന്ന് മമ്മി എന്ന് വിളിക്കുന്നു. ദേഷ്യം വന്ന ഹിൻസൂൻ ഒച്ച വെച്ചപ്പോൾ പേടിച്ചു പോയ യൂക്കിയുടെ കയ്യിൽ നിന്ന് ഹീറ്റർ ബാത്ത് ടബിലേക്ക് വീണ് ഷോക്ക് അടിച്ച് യൂക്കി മരിച്ചു പോകുന്നു. ഇതുവരെ ഹിൻസൂൻ തൻ്റെ ഇമാജിനേഷനിലായിരുന്നു യൂക്കിയോട് സംസാരിച്ചിരുന്നത്. ഗ്രാമത്തിലേക്ക് വന്നപ്പോൾ ഷെരീഫിൻ്റെ മകൻ കാറിലുള്ള ഹിൻസൂൻ്റെ ഫാമിലി ഫോട്ടോ കണ്ടാണ് നിങ്ങളുടെ മകളെ കാണാൻ നല്ല ക്യൂട്ടാണെന്ന് പറഞ്ഞത്. ഹിൻസൂന് മാത്രമേ യൂക്കിയെ കാണാൻ കഴിഞ്ഞുള്ളൂ. ഇപ്പോഴാണ് ഹിൻസൂന് തൻ്റെ മകൾ മരിച്ചു പോയെന്ന സത്യം ഉൾക്കൊള്ളാൻ കഴിഞ്ഞത്. പക്ഷേ ഡോക്ടറും മറ്റുള്ളവരുമെല്ലാം കോപ്പി അടിച്ചത് എല്ലാവരും അറിഞ്ഞപ്പോൾ ഹിൻസൂൻ ആ കഥ പറഞ്ഞത് യൂക്കിയാണെന്ന് എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് പറയുന്നു. ആരും തന്നെ ഹിൻസൂൻ പറയുന്നത് വിശ്വസിച്ചില്ല. എല്ലാവരും അവൾ കള്ളം പറയുകയാണെന്ന് പറഞ്ഞു. ഹിൻസൂൻ താൻ കോപ്പി അടിച്ചെന്ന് പറഞ്ഞ ആ പുസ്തകം വായിക്കുന്നു. അതിൻ്റെ ആദ്യ പേജിൽ ഇതെൻ്റെ ഭാര്യ പറഞ്ഞ കഥയാണെന്ന് എഴുത്തുകാരൻ എഴുതിയിരിക്കുന്നത് കാണുന്നു. ഉടനെ ആ ബുക്കിലുള്ള അഡ്രസ്സിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു ലേഡിയെ കാണുന്നു. ആ എഴുത്തുകാരൻ കഥ എഴുതാനെന്ന് പറഞ്ഞ് ഒരു ഗ്രാമത്തിലേക്ക് പോയെന്നും അവരുടെ ഭാര്യ മരിച്ചിട്ട് പോലും അവരിങ്ങോട്ട് വന്നില്ല. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് ഒരു കഥയുമായി വന്ന് ആ കഥ തൻ്റെ ഭാര്യ പറഞ്ഞു തന്നതാണെന്ന് പറയുന്നു. അവൾ തൻ്റെ കൂടെ ഉണ്ടായിരുന്നെന്നും അയാൾ പറയുന്നു. പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞ് അയാൾ മരിച്ചെന്നും ആ സ്ത്രീ പറയുന്നു. എന്തോ നടന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ ഹിൻസൂൻ വീണ്ടും ആ ഗ്രാമത്തിലേക്ക് തിരിച്ചു പോകുന്നു. സൂജിൻ എന്ന ആ പെൺകുട്ടിയെ കണ്ടു കിട്ടിയാൽ കോണ്ടാക്ട് ചെയ്യാനെന്ന് പറഞ്ഞ് പേപ്പറിൽ എഴുതിയിരുന്ന ആ ഓർഫനേജിലേക്ക് ഹിൻസൂൻ പോകുന്നു. അവിടെ നിന്ന് ആ ബാഗുമായി നടക്കുന്ന ഓൾഡ് ലേഡിയുടെ ഫോട്ടോയും സൂജിന്റെ കുറെ ഫോട്ടോസും കിട്ടുന്നു. അപ്പോൾ ആ ലേഡി അങ്ങോട്ട് വന്ന് ഹിൻസൂനെ കണ്ട് പേടിച്ചുകൊണ്ട് ഓടിപ്പോകുന്നു. ഹിൻസൂൻ അവരെ ഫോളോ ചെയ്തു പോയി, എനിക്കറിയാം, നിങ്ങൾ സൂജിയുടെ അമ്മയല്ലേ, ആ വീട്ടിൽ എന്തോ ഉള്ളത് കൊണ്ടല്ലേ നിങ്ങൾ ആ വീട്ടിലേക്ക് വരുന്നതെന്ന് പറയുമ്പോൾ അവർ ഉടനെ നിൽക്കുന്നു. ആ ലേഡി ബാഗിൽ നിന്നൊരു പേപ്പർ എടുക്കുമ്പോൾ ആ പേപ്പർ കാറ്റിൽ പറന്നു പോകുന്നു. അവരത് പിടിക്കാൻ പോകുമ്പോൾ ഒരു വണ്ടി വന്ന് അവരെ ഇടിക്കുന്നു. അവരവിടെ മരിച്ചു പോകുന്നു. ആ ബാഗിൽ മുഴുവൻ അവരുടെ മകളെ കാണാനില്ലെന്നുള്ള നോട്ടീസ് ആയിരുന്നു. ഇപ്പോഴാണ് ഹിൻസൂന്റെ ഹസ്ബൻഡ് ഹിൻസൂൻ കോപ്പി അടിച്ചെന്ന് പറയപ്പെടുന്ന ആ പുസ്തകം വായിച്ചത്. ഒരക്ഷരം പോലും മാറ്റമില്ലാതെ എല്ലാം സെയിം ആയത് കണ്ട് അയാൾക്ക് ഡൗട്ട് തോന്നുന്നു. ഉടനെ ആ ഗ്രാമത്തിലേക്ക് ഹിൻസൂനെ കാണാൻ വരുന്നു. ഗ്രാമത്തിൽ ഷെരീഫിന്റെ മകനും ഫ്രണ്ട്സും ഹിൻസൂനെ ആ കഥ എഴുതിയത് കൊണ്ട് ചീത്ത വിളിക്കുന്നു. ആ കഥയിൽ പറഞ്ഞതുപോലെ സൂജിനെ നിങ്ങൾ 4 പേരുമാണ് കൊന്നതെന്ന് ഹിൻസൂൻ പറയുന്നു. അവിടെയുള്ളവർ ഹിൻസൂനെ ഭീഷണിപ്പെടുത്തി അവിടെ നിന്ന് പറഞ്ഞുവിടുന്നു. പിന്നീട് ഷെരീഫിന്റെ മകൻ ഫോളോ ചെയ്യുന്നത് കണ്ട് ഹിൻസൂൻ പുറത്തിറങ്ങി നീ എന്തിനാണ് എന്നെ ഫോളോ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. അവൻ നിങ്ങൾ എന്ത് തെളിവ് വെച്ചാണ് എൻ്റെ കൂട്ടുകാരെ കൊലയാളികളാക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഹിൻസൂൻ ഓർഫനേജിൽ നിന്ന് കിട്ടിയ ഷെരീഫിന്റെ മകന്റെയും സൂജിന്റെയും ഫോട്ടോ കാണിക്കുന്നു. ഫോട്ടോ കണ്ട് അവനൊരു ഫ്ലാഷ് ബാക്ക് പറയുന്നു. താനും സൂജിനും ഒരുമിച്ച് സിയോളിലേക്ക് പോകാൻ നിൽക്കുകയായിരുന്നു. പക്ഷേ അവൾ സിയോളിൽ നിന്ന് വന്ന ഒരു പയ്യനുമായി ഒളിച്ചോടി. പിന്നീട് സിയോളിൽ വെച്ച് എൻ്റെ ഫ്രണ്ട് ഗർഭിണിയായ സൂജിനെ കണ്ടിരുന്നെന്ന് പറഞ്ഞ് അവൻ കരയാൻ തുടങ്ങുന്നു. പിന്നീട് ഹിൻസൂൻ കാറിലിരിക്കുമ്പോൾ സൂജിനെ കാണാനില്ല എന്ന് എഴുതിയിരുന്ന ആ നോട്ടീസ് കാണുന്നു. അതിൽ സൂജിൻ പല്ലിൽ ബ്രേസസ് ഇട്ടിരുന്നതായി എഴുതിയിരിക്കുന്നു. അപ്പോഴാണ് ഹിൻസൂന് ആ വീട്ടിൻ്റെ മുറ്റത്ത് നിന്ന് ബ്രേസസ് കിട്ടിയ കാര്യം ഓർമ്മ വന്നത്. അപ്പോൾ ആ വീട്ടിലെന്തോ ഉണ്ടെന്ന് ഉറപ്പിച്ച് ഹിൻസൂൻ അങ്ങോട്ട് പോകുന്നു. യൂക്കി ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞ ആ റൂം തുറക്കാൻ നോക്കുന്നു. പക്ഷേ കഴിയുന്നില്ല. ഇതേ സമയം അവിടേക്ക് 3 പയ്യന്മാർ വരുന്നു. ഷെരീഫിൻ്റെ മകൻ്റെ ഫ്രണ്ട്സാണ് അവർ.
3 പേരും ഗ്രാമം വിട്ട് പുറത്തുപോയി ജോലി ചെയ്യുന്നവരാണ്. നേരത്തെ ഹിൻസൂനുമായി ഷെരീഫിന്റെ മകന്റെ കൂടെ പ്രശ്നമുണ്ടാക്കിയ 3 പേരുടെ മക്കളാണിവർ. അവരാണെന്ന് തോന്നുന്നു സൂജിനെ കൊന്നത്. കാരണം ആ ബുക്ക് വായിച്ച് ആരെങ്കിലും ആ ബോഡി കണ്ടുപിടിക്കുമെന്ന് പേടിച്ച് ആ ബോഡി അവിടെ നിന്ന് മാറ്റാൻ വേണ്ടി വന്നവരാണവർ. ഒരു റൂമിലെ സോഫയെടുത്ത് അവർ ബോഡി എടുക്കാൻ ശ്രമിക്കുമ്പോൾ ഹിൻസൂൻ രക്ഷപ്പെടുന്ന ശബ്ദം കേട്ട് അവർ അവളെ പിടിക്കുന്നു. പിന്നീട് ഹിൻസൂനെയും അവർ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ അവൾ ജനൽ വഴി വീടിന്റെ റൂഫിലേക്ക് ഇറങ്ങി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. പക്ഷേ ഒരു പയ്യൻ അങ്ങോട്ട് വരുന്നു. ഹിൻസൂൻ അവനെ താഴേക്ക് തള്ളിയിടുന്നു. ഒരു ഫേമസ് പ്ലെയർ ആയിരുന്നു അവൻ. അവന്റെ കാലൊടിയുന്നു. ഹിൻസൂൻ ഓടി റോഡിലൂടെ പോകുമ്പോൾ ഷെരീഫിന്റെ പയ്യനെ കാണുന്നു. അവൻ എന്റെ ഫ്രണ്ട്സ് നല്ലവരാണെന്ന് പറയുന്നു. അപ്പോഴേക്കും അവർ ഹിൻസൂനെ അടിച്ചു മയക്കുന്നു. മയക്കത്തിൽ നിന്നുണർന്ന ഹിൻസൂനോട് ഷെരീഫിന്റെ മകൻ നടന്ന കാര്യങ്ങൾ പറയും. സൂജിനെ ഷെരീഫിന്റെ മകന് ഇഷ്ടമായിരുന്നു. പക്ഷേ സൂജിൻ അവനെ ഒരു നല്ല സുഹൃത്തായിട്ടാണ് കണ്ടത്. എഴുത്തുകാരിയാവാൻ വേണ്ടി സൂജിൻ സിയോളിലേക്ക് പഠിക്കാൻ പോവുകയാണെന്ന് പറയുന്നു. ഷെരീഫിന്റെ മകനും കൂടെ വരാമെന്ന് പറഞ്ഞെങ്കിലും അവൾ നിന്റെ പഠിപ്പ് കഴിഞ്ഞിട്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞു. ഇതറിഞ്ഞ അവന്റെ 3 ഫ്രണ്ട്സ് സൂജിയുടെ കാലൊടിച്ചാൽ അവൾ സിയോളിലേക്ക് പോവില്ലെന്ന് പറഞ്ഞ് ആളറിയാത്ത രീതിയിൽ സൂജിനെ ആക്രമിക്കുന്നു. എന്നാൽ സൂജിൻ 3 പേരെയും അടിച്ചു വീഴ്ത്തുന്നു. അതിനിടെ ഒരു കമ്പിയിൽ തല തട്ടി സൂജിൻ മരിക്കുന്നു. പിന്നീട് ബോഡി ഒരു പ്ലാസ്റ്റിക് ബാഗിലാക്കി ആ വീടിന്റെ മുകളിലത്തെ റൂമിലെ തറയിൽ ഒളിപ്പിച്ചു വെച്ചെന്ന് ഷെരീഫിന്റെ മകൻ പറയും. സൂജിയുടെ ബോഡി ഡിസ്പോസ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ ആ ബോഡി അവിടെ കാണുന്നില്ല. പിന്നീട് ഷെരീഫിന്റെ മകനും ഫ്രണ്ട്സുമായി വഴക്ക് നടക്കുന്നു. അതിൽ ഷെരീഫിന്റെ മകൻ ഒരു ഫ്രണ്ടിനെ കൊല്ലുന്നു. ഇത് കണ്ട് പേടിച്ചുപോയ മറ്റൊരു ഫ്രണ്ട് പുറത്തേക്ക് ഓടുമ്പോൾ ഒരു മരത്തിന്റെ കൊമ്പിൽ തട്ടി അവൻ മരിക്കുന്നു. ഇതിനിടെ ഹിൻസൂൻ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഷെരീഫിന്റെ മകൻ കാറിന്റെ വിൻഡോയിലൂടെ അവളെ പിടിക്കുന്നു. ഹിൻസൂൻ വണ്ടി സ്പീഡിൽ ഓടിക്കുമ്പോൾ അവൻ നിലത്ത് വീഴുന്നു. വീണ്ടും അവൻ ഫോളോ ചെയ്തു വന്നപ്പോൾ ഹിൻസൂൻ കാർ റിവേഴ്സിലെടുത്ത് മതിലിൽ ഇടിക്കുന്നു. സൂജിൻ മരിച്ചതുപോലെ തന്നെ കമ്പി കുത്തി അവനും മരിക്കുന്നു. ഇതേ സമയം ഷെരീഫ് അങ്ങോട്ട് വരുന്നു. മകനെ കൊന്ന ദേഷ്യത്തിൽ ഹിൻസൂനെ ഒരു ബോട്ടിൽ കെട്ടിയിടുന്നു. അയാളുടെ കയ്യിൽ ഒരു തോക്കുണ്ടായിരുന്നു. അവിടെ വെച്ചാണ് അയാൾ ഒരു സത്യം പറയുന്നത്. അന്ന് സൂജിനെ കൊന്നതിന് ശേഷം ആ വീട്ടിൽ നിന്ന് അവരെല്ലാവരും ഓടുന്നത് അയാൾ കണ്ടു. സംശയം തോന്നിയ ഷെരീഫ് മുകളിലത്തെ റൂമിലേക്ക് പോയി നോക്കുമ്പോൾ അവിടെയെല്ലാം ബ്ലഡ് കണ്ട് തറയിളക്കി നോക്കുമ്പോൾ ഒരു പ്ലാസ്റ്റിക് ബാഗിൽ സൂജിനെ കാണുന്നു. പെട്ടെന്ന് സൂജിൻ കണ്ണു തുറന്ന് രക്ഷിക്കണമേ എന്ന് പറയുന്നു. സൂജിൻ മരിച്ചിട്ടില്ല. അവൾ ജീവനോടെ ഇരുന്നാൽ തൻ്റെ മകന് തന്നെയാണ് ആപത്തെന്ന് കരുതി അയാൾ അവളെ കഴുത്തു നെരിച്ചു കൊല്ലുന്നു. ഇതെല്ലാം കേട്ട ഹിൻസൂൻ ഷെരീഫുമായി മൽപ്പിടുത്തം നടത്തുന്നു. പക്ഷേ ഷെരീഫ് ബലമായി ഹിൻസൂനെ വെള്ളത്തിലേക്ക് തള്ളിയിടുന്നു. അപ്പോൾ ഹിൻസൂന്റെ ഹസ്ബൻഡ് അങ്ങോട്ട് വരുന്നു. വെള്ളത്തിൽ വീണ ഹിൻസൂൻ വെള്ളത്തിന് താഴെ സൂജിന്റെ ബോഡി കാണുന്നു. അതിനടുത്ത് ഷെരീഫിന്റെ ഗണ്ണ് വീണത് കണ്ട് അതെടുത്ത് അയാളെ ഷൂട്ട് ചെയ്യുന്നു. ഷെരീഫ് അവിടെ തന്നെ മരിക്കുന്നു. പിന്നീട് ഹസ്ബൻഡ് ഹിൻസൂനെ വെള്ളത്തിൽ നിന്ന് രക്ഷിക്കുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കോപ്പി അടിച്ചതിന് കേസ് നടക്കുന്നു. ആരും കോപ്പി അടിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ലെന്ന് ഹിൻസൂന് അറിയാം. അതുകൊണ്ട് തന്നെ താൻ കോപ്പി അടിച്ചെന്ന് അവൾ പറയുന്നു. പിന്നീട് ഹിൻസൂന് നടന്ന കാര്യങ്ങളെല്ലാം അവളുടെ ഹസ്ബൻഡ് ഒരു കഥയാക്കി എഴുതി പബ്ലിഷ് ചെയ്യുന്നു. ഇതോടെ ഈ ചിത്രം അവസാനിക്കുന്നു.